ഹായ്, എന്താ പേര്? എത്ര വർഷമായി വിളക്കെടുക്കുന്നു? ആദ്യമാണ്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഒറ്റംകുളങ്ങര ചമയവിളക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം എല്ലാ വർഷവും നമ്മുടെ മീനം 10-15, അതായത് ഇന്നും മലയാള മാസം മീനം 10-15 എന്ന് പറയുമ്പോൾ ഇന്നും ഇന്നലെ ഈ സമയങ്ങളിൽ എല്ലാ വർഷവും നടക്കുന്ന പരിപാടിയാണ് ചമയവിളക്ക്. ചമയവിളക്ക് എന്താണെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ അറിയാവുന്നത്. അതായത് പുരുഷന്മാര് സ്ത്രീവേഷത്തിൽ നമ്മുടെ കൊറ്റംകുളങ്ങര ടെമ്പിളിൽ സ്ത്രീവേഷത്തിൽ വന്ന് വിളക്കേന്തി പ്രദക്ഷിണം വെച്ച് ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പൊ അവരെന്താഗ്രഹിച്ചാലും അത് അടുത്ത വർഷം നടക്കും എന്നാണൊരു അതിന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഒന്നും വലിയതായിട്ടൊന്നും പെട്ടെന്ന് പറയുകയാണെങ്കിൽ, അതായത് പണ്ട് കുറെ ബാലകന്മാര് പശുവിനെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ബാലകന്മാര് ദേവിക്ക് ഈ സ്ത്രീവേഷത്തിൽ പൂജ ചെയ്യുന്നു. അതിൽ പ്രസന്നയായിട്ട് ദേവി അവർക്ക് പ്രത്യക്ഷപ്പെടുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തെന്നൊരു ഐതിഹ്യമുണ്ട്. സോ അതിന്റെ ഒരു ഇതിലാണ് ഇങ്ങനെ ആണുങ്ങൾ സ്ത്രീവേഷം കെട്ടി ഈ പരിപാടി ഈ ചടങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഓരോരുത്തർ വിശ്വാസം, കുറെ ഇഷ്ടംപോലെ വിശ്വാസികൾ എല്ലാ വർഷവും വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും കാണുന്നതാണ്. മറ്റേ ഉണ്ടായ ആ ഒരു 1 year ആവുന്നതിന് മുന്നേ വരെ ചെയ്ത ആൾക്കാര് ഇപ്പൊ ഒരു 19 വയസ്സായിട്ടും അവർ ചെയ്തോണ്ടിരിക്കും. കുറെ പേര് നമ്മളിപ്പം വീഡിയോസിലൊക്കെ കാണൂല, നമ്മുടെ ഇൻസ്റ്റ ഫുൾ ഇപ്പം അതാണ്. വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അത് ഒരു കൂട്ടം പേര് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അവരവരുടെ വിശ്വാസത്തോടെ അവർ ചെയ്യുന്നു. ആർക്കും യാതൊരു ബുദ്ധിമുട്ടില്ല, ആരെയും അവർ ഉപദ്രവിക്കാനും വരുന്നില്ല. അവർ ചെയ്യുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ എല്ലാ വർഷം പോയി ന്യൂസ് കവറേജ് എല്ലാം ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്രാവശ്യത്തെ ഈ ചമയവിളക്ക് നടന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു. അതായത് ഞാൻ ഇന്ന് രാവിലെ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് തുറന്നപ്പം ചമയവിളക്ക് എടുത്ത കുറച്ച് ആൾക്കാരെ കുറച്ച് വീഡിയോകളുണ്ട് ഇൻസ്റ്റയിൽ. അതെ, അപ്പൊ ഞങ്ങൾ എന്തായാലും ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. ഞങ്ങളുടെ വിളക്കെടുത്തിട്ട് എങ്ങനെയുണ്ട്? ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നുണ്ടോ? അമ്മ ഭയങ്കര ശക്തിയുള്ള. അതായത് നമുക്കിവിടെ കാണാൻ പറ്റും അന്വേഷണം എന്ന വ്യക്തി, അയാൾ ചമയവിളക്ക് എടുത്ത ഒരാളാണ്. അപ്പം നമ്മൾ കുറച്ച് ചാനലുകാരൊന്നും മാത്രമല്ല കുറെ പേരുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ കണ്ട ആളാണ് അനീഷ്. അപ്പോൾ പുള്ളിയോട് കുറെ ചാനലുകാർ ഒന്ന് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഇപ്രാവശ്യം ചമയവിളക്ക് എടുത്തിട്ട്, ദേവി ശക്തിയുള്ള ദേവിയാണോ, ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നോർമലി എല്ലാരോടും ചോദിക്കുന്ന പോലെ തന്നെ ചോദിച്ചു. അപ്പൊ കുറെ ആൾക്കാർ ഫേമസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ വർഷം ഞാൻ കുറെ കമന്റ്സിലൊക്കെ കണ്ടു, കഴിഞ്ഞ വർഷം വന്ന ആൾക്കാരെ എന്ത് ചെയ്യണ്, അവരെ കണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. അതായത് ഈ ഫേമസ് ആയ ആൾക്കാര്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കത് പറയാം. ഈ ഫേമസ് ആയ ആൾക്കാർ എങ്ങനെ ഫേമസ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് സ്ത്രീവേഷം കിട്ടിയപ്പോൾ ഭയങ്കര സ്ത്രീകളെക്കാൾ സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലവർ വർണ്ണിക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരുടെ ലുക്ക് ആൻഡ് ഇത് എല്ലാം കണ്ട് ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി കിട്ടി അങ്ങനെ ഫേമസ് ആയ ആൾക്കാരാണ്. പക്ഷേ ഇതേ ആൾക്കാർ തന്നെ ഇപ്പൊ ഈ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയും ഇതേപോലെ സ്ത്രീയുടെ വേഷം കിട്ടി ഇവിടെ വന്ന് നിന്നപ്പം ഇതിൻ്റെ അടിയിൽ വന്ന കുറേ കമന്റുകളുണ്ട്. ആ കമന്റുകളാണ് നിങ്ങൾ കാണണ്ടേ. ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം കമന്റുകൾ. അപ്പം കണ്ണൻ ബ്രോ എന്ന് പറഞ്ഞ ഒരാൾ ഇട്ടാക്കുന്ന ഒരു കമന്റാണ്. അതായത് പുള്ളിയുടെ കൂട്ടുകാരനെയാണെന്ന് തോന്നുന്നു, അമൽ ചന്ദ്രൻ എന്ന് പറഞ്ഞ കൂട്ടുകാരനെ മെൻഷൻ ചെയ്തിട്ട് പറയുവാണ്, അപ്പനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോടേന്ന്. അതായത് ഈ റീലി കണ്ട ഈ വ്യക്തി അനീഷ് എന്ന് പറഞ്ഞ ആളെ കണ്ടിട്ട് അയാളെ കളിയാക്കിയത്, അത് പ്യുവർ ബോഡി ഷെയ്മിങ്. പിന്നെ വേറൊരു കമന്റ് കാണിച്ചാൽ, ഒരു ഹ്യൂമൻ 199701 എന്ന് പറഞ്ഞ ഒരാളെ മെൻഷൻ ചെയ്തിട്ട് പറയും, എടാ കരടി നാട്ടിലില്ലേ നീന്ന്. പിന്നെ സാനു എന്ന് പറഞ്ഞൊരു പുള്ളി, അതൊരു തെറി കൂട്ടിയാണ്. ആ തെറി നിങ്ങൾക്ക് ഞാൻ പറയുന്നില്ല. നിന്റെ അച്ഛൻ ഇങ്ങനെ കൊണ്ട്, അതായത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ ബോഡി ഷേപ്പ്. ഇച്ചിരി കളർ കുറഞ്ഞൊരു മനുഷ്യൻ, അയാൾ ഇച്ചിരി ബ്ലാക്ക് കളറാണ്. അയാളുടെ വിശ്വസ്തതയ്ക്ക് അല്ലെ അയാളുടെ വിശ്വാസത്തിന് വേണ്ടി അയാൾ വന്നവിടെ സ്ത്രീവേഷം കെട്ടി ഈ ഒരു പൂജയിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ ഈ ഒരു എല്ലാ വർഷം നടക്കുന്ന ഈ പൂജയിൽ പങ്കെടുത്തു. അപ്പൊ ഇതിനെ മാത്രം എന്താണ് വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സത്യഭാമേനെ ഒക്കെ ഈ കുറ്റം പറയാനായിട്ട് ഈ കമന്റ് ഇട്ടവന്മാരല്ലേ ഈ കേരളത്തിലുള്ളവർക്കൊക്കെ അല്ലേ? അതിന്റെ ഏറ്റവും ഈ സത്യഭാമേനെ ഒക്കെ താറടിച്ച് കമന്റ് ഇടുന്ന അതേ ഇവന്മാര് തന്നെയാണ് സത്യഭാമ എന്ന് സൗന്ദര്യം ഇല്ലെന്ന് പറഞ്ഞതിന് അതിനെ തെറി പറഞ്ഞ ഇവന്മാര് തന്നെയാണ് ഈ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന് ഇമാതിരി കമന്റ് അടിക്കുന്നത്. അതാ പറഞ്ഞേ, ഞാൻ പറഞ്ഞില്ല മലയാളിയുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ മലയാളികളിലല്ല എല്ലാവരും ചിന്ത. സത്യാമ ഞാൻ അന്നും പറഞ്ഞു, പുള്ളിക്കാരി ഒരുവിധം പറഞ്ഞ കാര്യം ഉള്ള കാര്യം തന്നെ. കാരണം വെട്ടി തുറന്നു എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു 90% ആൾക്കാരുടെ മനസ്സിലുള്ള ചിന്താഗതി തന്നെ. ഇച്ചിരി നിറം കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഇച്ചിരി കളർ കുറവാണ്, ഇച്ചിരി കാണാൻ അത്ര ഭംഗിയില്ലെങ്കിൽ ഉടനെ അവനെ ബോഡി ഷേമിങ്ങാ. ബോഡി ഷേമിങ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ത് മോശമാണ്. അപ്പനെ വിളിക്കേണ്ട കാര്യം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പനെ വിളിച്ചെന്നല്ല, അവന്റെ കൂട്ടുകാരന്റെ അപ്പനെ വെച്ച് കമ്പയർ ചെയ്തു. ഇച്ചിരി കളർ പറഞ്ഞത്. ഞാനൊരു കാര്യം ചോട്ടെ, ഈ പറയുന്ന വ്യക്തി
നിങ്ങളുടെ ഈ പറഞ്ഞവന്റെ വീട്ടിലത്തെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇവനിങ്ങനെ പറയുമോ? അല്ലെങ്കിൽ ഇവന്റെ അച്ഛനോ ഇവന്റെ അമ്മയുടെ അനിയനോ അല്ലെങ്കിൽ ഇവന്റെ മാമനോ അങ്കിളോ ആരെങ്കിലും ആയിരുന്നു ഇവൻ ഈ കമന്റ് അടിക്കില്ല. എല്ലാവരെയും കമന്റ് അടിച്ച് പറയാൻ ആക്ഷേപിക്കാം. ആ ഈ ആക്ഷേപം എന്ന് പറഞ്ഞ മാതിരി അത്ര വലിയ ചിലവന്മാരൊക്കെ ഭയങ്കര 10 പേര് കൂടി ഇരുന്ന് കൂട്ടുകാരനെ ഇങ്ങനെ ഇരുന്ന് ചുമ്മാ ബോഡി ഷെയിം ചെയ്യുന്നത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഒരു ചെയ്യുമ്പോൾ ഭയങ്കര മാസ് ഫീൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവർ ഓർക്കുന്നത്. പക്ഷേ അതത്ര ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഈ ബോഡി ഷെയിം പണ്ടത്തെ സിനിമകളിലൊക്കെ നമുക്ക് കാണാം. എല്ലാ പടത്തിലും ഈ കോമഡി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ സിനിമകളിലൊക്കെ ഈ രാജസേനന്റെയും അല്ലാത്ത അവരുടെയൊക്കെ സിനിമകളിലെ കോമഡി എന്ന് പറഞ്ഞാൽ ഈ ബോഡി ഷെയിമിങ്, അല്ലെങ്കിൽ കറുത്ത പറയുക, അല്ലെങ്കിൽ കാശില്ലാത്തവനെ കളിയാക്കുക, ഇച്ചിരി നിറം കുറവുള്ളവനെ കളിയാക്കുക, ബോഡി ഷെയിമിങ് ചെയ്യുക, ഇച്ചിരി മെലിഞ്ഞിരുന്നതിന് ഈ ബോഡി ഷെയിമിങ് ആണ് പണ്ടത്തെ ഹ്യൂമർ എന്ന് പറഞ്ഞ സാധനം. പണ്ടത്തെ സിനിമകളിൽ എല്ലാ ഹ്യൂമർ ഈ പരിപാടിയാണ്. ഇപ്പോഴും അതിനൊരു മാറ്റമില്ല. ഇന്ന് ഈ വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ ഓർത്ത് നോക്കി, ഈ വ്യക്തിയുടെ പുറകെ പോയി വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് വീഡിയോ എടുത്ത് ഞാൻ ഒന്നും പറഞ്ഞു അല്ല, ഞാൻ പറയുവാണ് ഈ വ്യക്തിയുടെ ഭാര്യയോ മകനോ മകളോ എല്ലാം വൈകിട്ട് ഇൻസ്റ്റാഗ്രാമിൽ തുറന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു കമന്റ് കാണും അവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് ഓർത്ത് നോക്കിയേ. ഇത് മാത്രമല്ല കേട്ടോ, വേറെ 2 വീഡിയോയും കൂടെ ഞങ്ങൾ കണ്ടു. അപ്പൊ അതും കൂടെ ഞങ്ങൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. പേര് എത്ര വർഷമായി ശരിക്കും? 10 വർഷം വരെ. 10 വർഷമായി. എങ്ങനെയുണ്ട് ഇവിടെ വരുമ്പോ ഒരു ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നുണ്ട്? എല്ലാം ആ, ഹാപ്പിയാണ്. ഹാപ്പിയാ. ഇനി എല്ലാ വർഷങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. ഇനി വർഷങ്ങളിൽ മോളെ ഇല്ല, ഇപ്പൊ മോളെ ഒരു കഴിഞ്ഞ മണിയാണ്. ഓ, ഇനി എല്ലാ വർഷങ്ങളും ഉണ്ടാവോ? വരും ഇനിയുള്ള വർഷങ്ങൾ വരണമെന്ന് നമ്മളെ മനസ്സിൽ. ഭയങ്കര ശക്തിയുള്ള ദേവിയാണെന്ന് എല്ലാവരും പറയാറുണ്ട്. പിന്നെ തീർച്ചയായും ശക്തിയുള്ള ദേവിയാണ്. ഓക്കെ, വീരഭട്ടാരി അമ്മ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ മായാവർഷം എന്ന് പറഞ്ഞ ഒരാള്, പുള്ളി ഇതേപോലെ തന്നെ ഇങ്ങനെ സ്ത്രീ വേഷം കെട്ടി ഏജ് ആയിട്ടുള്ള പുള്ളിയും വന്ന് പുള്ളിയോട് ഇതേപോലെ നമ്മുടെ ചാനലിലെ ആൾക്കാർ ചോദിക്കുന്നത് എങ്ങനെയുണ്ട്, ദേവിക്ക് പവറുള്ള ദേവിയാണോ, ആഗ്രഹങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പറ്റുന്നു എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു. പുള്ളി മാന്യമായിട്ടുള്ള അതിന് ഉത്തരം നൽകുന്നു. പക്ഷെ ഇതിന്റെ കമന്റ് ബോക്സ് ആണ് നിങ്ങൾ കാണേണ്ടത്. ഈശു ഓൺലൈൻ പേടിച്ചുപോയി. ഇഷ്യൂ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ പേടിച്ചുപോയി. ഇത്ര പേടിക്കാൻ മാത്രം ഇത് കണ്ടിട്ട് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല സുഹൃത്തെ. എന്താണ് ഇത് കണ്ടിട്ട് ഇപ്പൊ പേടിക്കാൻ മാത്രം? രണ്ടാമത്തെ അരുൺ അരുൺ പുള്ളി കൂട്ടുകാരനാണെന്ന് മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞു വേഷം മാറി നടക്കുന്നോടാ ഒരു തെറി പറഞ്ഞു. പിന്നെ ഹരിയിലാല് ഞാൻ പേടിച്ചു പോയല്ലോ. പിന്നെ വേറൊന്ന്, ഇത് പൊന്നപ്പൻ മാമന്റെ പശുവിനെ പോലെ ഉണ്ട്. അശ്വിൻ. സോ ഇങ്ങനത്തെ കമന്റ്സ് ആണ് കേട്ടോ കുറേ വായിക്കാൻ. ഇതിനകത്തൊരു 100 കമന്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് 96 കമന്റും ഇതേപോലുള്ള ബോഡി ഷേവിങ് അല്ലെ കുറെ കളിയാക്കിയും പരിപാടിയൊക്കെ ആയിട്ടുള്ള കമന്റ് ഏകദേശം മൊത്തമുള്ളത്. സോ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് ഇതാ കിട്ടുന്നത്? ഈ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഞാൻ പലപ്പോഴും നമ്മുടെ വീഡിയോ പറഞ്ഞിട്ടുള്ള വിശ്വാസം എന്ന് പറഞ്ഞ സാധനം വ്യക്തിപരമായിട്ടുള്ള കാര്യം. ഇപ്പോൾ എനിക്ക് വിശ്വാസം ഇല്ലാതിരിക്കും, ചിലപ്പോൾ ഇവൾക്ക് വിശ്വാസമുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുക. ഇവൾക്ക് വിശ്വാസം ഉണ്ടെന്നുള്ള കാര്യത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നില്ല. ഞാനൊരു വിശ്വാസം ഉള്ളതെന്നുള്ള കാര്യം ഇവളും റെസ്പെക്ട് ചെയ്യണം. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കമന്റ് ഇടുന്നവന്മാരൊക്കെ മൂക്ക് നല്ലതും അല്ലെങ്കിൽ കണ്ണ് നല്ലതും അല്ലെങ്കിൽ സുന്ദരന്മാരായിട്ട് ജനിച്ചത് ഇവന്മാരുടെ ഒക്കെ കഴിവുകൊണ്ടൊന്നും അല്ല. അതെ, ഇവന്മാരിപ്പോ ഒന്ന് നടന്നു പോകുമ്പോഴത്തേക്ക് ശരിക്കൊന്ന് വീണ തീരുന്നതേ ഉള്ളൂ. ഒരു ആക്സിഡന്റ് വെച്ച് ജസ്റ്റ് നിങ്ങൾ ഫേസ് അടിച്ച് റോട്ടി വീണ് കഴിഞ്ഞാൽ തീരാന്നേ ഉള്ളൂ നിങ്ങളുടെ ഈ മുഖത്തിന്റെ സൗന്ദര്യം കാര്യങ്ങളൊക്കെ. അതെ, ഒരു ചൊറിച്ചിൽ വന്നാൽ മതി, നല്ലൊരു ചൊറിച്ചിൽ വന്നാൽ മതി നിന്റെയൊക്കെ. അല്ല, ഈ സൗന്ദര്യം എന്ന് പറഞ്ഞ ഒരു ഞാൻ പറയാം ഗ്ലോറിഫൈ, പക്ഷെ 90% പേര് ഇപ്പോഴും സൗന്ദര്യത്തെ ഗ്ലോറിഫൈ. അതെ, ഇപ്പൊ നമ്മളൊരു കല്യാണം വരുമ്പോഴാണെങ്കിലും ഒരു കല്യാണത്തിന് പോകുമ്പോഴാണെങ്കിലും ചെറുക്കൻ നല്ല അല്ലെ, ചെറുക്കന് ചേരത്തില്ല, ചെറുക്കന്റെ അത്രയില്ല പെണ്ണ്, അല്ലെങ്കിൽ പെണ്ണിന്റെ അത്രയില്ല ചെറുക്കൻ. അതാ പറഞ്ഞത്, ഞാനൊരു കല്യാണം കഴിയുമ്പോൾ എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ? ഇതെല്ലാം ചേർന്ന് വന്നു. നല്ല സൗന്ദര്യം വന്നു, നല്ല പൊക്കമുണ്ട്, വണ്ണമുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. സ്വഭാവം ഇല്ലെങ്കിൽ തീർന്നില്ലേ, ലൈഫ് തീർന്നില്ലേ? ഈ ഒരൊറ്റ കാര്യം നോക്കാനായിട്ട് 100 കാര്യമാണ് നോക്കുക. ചിലവരുടെയൊക്കെ ഡിമാൻഡാണ്. 30-35 വയസ്സാണ് കല്യാണം നടക്കത്തില്ല. കല്യാണം കഴിക്കാൻ എൻ്റെ ഏതെങ്കിലും ഒരു പെണ്ണെ അല്ലെങ്കിൽ ചെറുക്കനെ കിട്ടെ എന്ന രീതി നോക്കുമ്പോഴത്തേക്ക് ഡിമാൻഡ് വേണം. എനിക്ക് ഇത്രമാത്രം മുടി വേണം, എനിക്ക് ഇത്ര ഇത് പൊക്കം വേണം, മറ്റേ വേണം, മറിച്ച് വേണം. നിങ്ങൾ എന്തിനാ ഇതൊക്കെ നോക്കുക? ഞാൻ ഇവിടെ പിന്നെ നിങ്ങൾ നോക്ക്, ഞാൻ പറയാം, ഇപ്പം ഇതും വ്യക്തിപരമായിട്ട് ഒരാൾക്ക് വേണം ഒരാളെ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ഒരാളെ ഇഷ്ടമുള്ളവരെ നോക്കുന്ന അയാളുടെ വ്യക്തിപരമായിട്ട് താല്പര്യം നിങ്ങൾ നോക്കിക്കോ. പക്ഷേ എന്ന് പറഞ്ഞ് മറ്റൊരാളെ താറടിച്ച് പറഞ്ഞിട്ടല്ലേ ഇമാതിരി പരിപാടി കാണിക്കണ്ടേ? വേറെ ഒരാളെ അല്ലെങ്കിൽ നമ്മൾ
വാക്കുകൊണ്ട് പറഞ്ഞൊന്നും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു ചിന്ത വരും, ഇപ്പോഴും ഇന്നത്തെ ഇവരൊക്കെ നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരു ആൾക്കാരാണ്. ഞാൻ പറഞ്ഞു ഇവരല്ല, ഇപ്പം വളർന്നു വരുന്ന പിള്ളേരാണെങ്കിൽ പോലും ഇപ്പം ഇതൊക്കെ കാണുമ്പോൾ ഓർക്കും ഇച്ചിരി കളർ കുറഞ്ഞതോ അല്ലെങ്കിൽ ഇച്ചിരി നിറം കുറഞ്ഞതോ ഇച്ചിരി പൊക്കം കുറഞ്ഞുള്ള ആൾക്കാരായിട്ടുള്ള പിള്ളേർ വരെ ഈ കമന്റ് ഒക്കെ വായിക്കുമ്പോൾ ദൈവമേ ഞാനൊക്കെ വളർന്നു വന്നു കഴിഞ്ഞാൽ ശരിയല്ല, ഈ കളറില്ലെങ്കിൽ ശരിയാകത്തില്ല. ഇങ്ങനെയൊക്കെ കേട്ടാണ് ഓരോരുത്തന്മാരും ചിലപ്പം ഓരോ ഇത് മൂത്തുമല്ല ആത്മഹത്യയും അങ്ങനത്തെ ഈ ടോക്സിസിറ്റി അറിഞ്ഞ കൂട്ടുകാരുടെ ഇടയ്ക്ക് ഇങ്ങനെ ബോഡി ഷേമിംഗ് ഒക്കെ ആയിട്ടാണ് പല ആത്മഹത്യ പോലുള്ള കാര്യങ്ങളിലേക്ക് തന്നെ ചെയ്യുന്ന പരിപാടിയാണ് ഇത്. നിങ്ങൾ വിചാരിക്കാം നിങ്ങൾക്കുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്താ ഇപ്പൊ പഠിച്ചൊരു ജോലി എന്നൊക്കെ പറയുമ്പോൾ അത് ഓഫ്കോഴ്സ് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ച അല്ലെങ്കിൽ നമ്മൾ എഴുതി നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന. പക്ഷെ ഈ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് നമുക്കൊരു അതൊരു അനുഗ്രഹമാണ്, കയ്യും കാലും അല്ലെങ്കിൽ ഇൻബോൺ ആയിട്ട് കിട്ടുന്ന കാര്യം. അത് നമ്മൾ അല്ല, നിങ്ങളെ സൗന്ദര്യം ജനിച്ചപ്പോൾ നിങ്ങൾ വെളുത്തു കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഇത് 10 മാസം നമ്മുടെ ഗർഭപാത്രത്തിൽ കിടന്ന് നിങ്ങൾ ഹാർഡ് വർക്ക് അല്ല എക്സസൈസും കുറെ വർക്കൗട്ടും ചെയ്തിട്ടുണ്ടായ സാധനമൊന്നുമല്ല. നിങ്ങൾക്ക് ഇൻബോൺ ആയിട്ട് അത് കിട്ടി. അതിന് ഇത്ര അഹങ്കരിക്കേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ല ഇപ്പൊ ചില വെളുപ്പ് കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ പ്രിവിലേജ് ഒന്നും ഒരിടത്തും കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഇങ്ങനെ മൈൻഡ് സെറ്റ് ഉള്ളവരുടെ അടുത്ത് കിട്ടുമായിരിക്കും, പക്ഷെ അതൊന്നും നിലനിൽക്കില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നിങ്ങൾ ഇന്ന് ഉറങ്ങി കഴിഞ്ഞാൽ നാളെ നീയൊക്കെ എണീക്കുവോ എന്ന് നിനക്ക് വല്ല ഉറപ്പുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതാ പറഞ്ഞത്, ഞാൻ പറയുന്നത്രേ ഉള്ളത്. നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിക്കോട്ടെ, ശരി, നിങ്ങളുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു വേർതിരിവ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിർത്തുക. അല്ലാതെ ചുമ്മാ ഒരു സോഷ്യൽ മീഡിയ പോലൊരു പ്ലാറ്റ്ഫോമിൽ ഒന്ന് ഇങ്ങനെ വിളിച്ച് പറയുക. അത് കേൾക്കുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഇൻ കേസ് നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഈ പറയുന്നത് നീയാണ്, ഈ പറയുന്ന കമന്റ് ഇട്ട ആള് അങ്ങനത്തെ സൗന്ദര്യം ഒന്നും ഇല്ലാത്ത ഒരാളാണ്, നിങ്ങളുടെ ഫാമിലി മൊത്തം നിങ്ങൾ ഇങ്ങനെ ആക്ഷേപിച്ച് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു കമന്റ് ഇടുന്നതിന് 1 മിനിറ്റിന് മുമ്പ് നിന്റെ അപ്പനായിരുന്നു അല്ലെങ്കിൽ നിന്റെ അപ്പനെയാ മറ്റുള്ളവർ ഇങ്ങനെ പറയുമ്പോൾ എന്ത് ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്? അത്രേ ഉള്ളൂ. പിന്നെ മറ്റേ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മറ്റേ അവള് വന്ന പോലെയൊക്കെ വരണമായിരിക്കും, മറ്റത് കാണിച്ചു അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്കൊക്കെ ഭയങ്കര ഇഷ്ടം. ഗ്ലോറിഫൈ നിങ്ങളൊക്കെ ഇതേ ആൾക്കാർ തന്നെയാണ് കഴിഞ്ഞ വർഷം ഈ ചമയവിളക്കിന് വന്ന് ഓരോരുത്തരെ പൊക്കി അടിക്കുന്നത്. എന്ത് രസമാണ് കാണാൻ. ഈ സൗന്ദര്യത്തിൽ മാത്രം ആൾക്കാരെ വേർതിരിക്കല്, ഈ സൗന്ദര്യം വെച്ച് മാത്രം ഇയാൾക്ക് ഇപ്പൊ ഈ വന്ന് അന്വേഷിച്ച സൗന്ദര്യം മാത്രമേ നിങ്ങൾ അറിയാം. അയാൾക്ക് വ്യക്തിപരമായിട്ടുള്ള കഴിവുകളും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയുന്നില്ല. അയാൾ നല്ലൊരു കഴിവുള്ള ഒരു മനുഷ്യനായിരിക്കും, പല കാര്യങ്ങളിലും നല്ല കഴിവുള്ള ഒരു മനുഷ്യനായിരിക്കും, പക്ഷെ ഇത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളൊരു ഒറ്റയുള്ള കളർ കണ്ട് നമ്മൾ പറയും ഡോണ്ട് ജഡ്ജ് ബുക്ക് ബൈറ്റ്സ് കവർ നമ്മൾ പറയും. അതേപോലെ ഒരാളെ കാണുമ്പോഴേ അയാളെ ജഡ്ജ് ചെയ്യണം. ഒരു നിറം കുറവാന്ന് വെച്ചാൽ അയാൾ ഇങ്ങനെ കളറടിക്കേണ്ട ഒരാവശ്യമില്ല. ഇതൊക്കെ ആർക്കും സംഭവിക്കാന്നുള്ളൂ. ഇന്ന് തന്നെ കളർ ഒരു ആസിഡ് വന്ന് മേത്ത് വീണ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഒരാളുകൊണ്ട് അതിന് മുഖത്ത് ഒരു ആസിഡ് ഒഴിച്ചാൽ തീരാന്ന് കാര്യമുള്ളൂ. പിന്നെ ഒരു മനുഷ്യൻ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഈ ഇപ്പൊ കിടന്ന് നെഗ്ലിക്കുന്നൊന്നും അന്നത്തെ കാണത്തില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കണ്ടേ, ഈ ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞ പരിപാടി ഒരിക്കലും ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒന്നല്ല. ഇഷ്ടമില്ല നീ നോക്കണ്ട, സ്കിപ്പ് ചെയ്ത് വിട്ടോളൂ. അതിന്റെ അടിയിൽ തന്നെ കുറെ ഒരു ആദ്യം ഞാൻ പറഞ്ഞ ആളുടെ തന്നെ കുറെ അവന്മാർ വന്ന് കമന്റ് വേറെ റിപ്ലൈ അയച്ചിട്ടുണ്ട്. അതിന് നൺ ഓഫ് യുവർ ബിസിനസ് ഒക്കെ ഭയങ്കര മാസ് കമന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്. മോനെ ഇത് വലിയ മാസൊന്നുമല്ല. പിന്നെ ഡിലീറ്റ് ചെയ്ത് ഓടിയിട്ടുണ്ട്. നമ്മൾ കുറച്ചല്ലേ ആദ്യത്തെ അപ്പൊ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ ഇപ്പൊ ഞങ്ങൾ ആ കമന്റ് നോക്കുമ്പോ അവന്മാരൊക്കെ ഡിലീറ്റ് ചെയ്ത് ഓടിയിട്ടുണ്ട്. അതാ പറഞ്ഞു വെല്ലോനും ഇതാക്കുമ്പോ വെല്ലോനും ഇപ്പൊ 4 പറഞ്ഞിരുന്ന് എന്തും പറയാൻ. അത് ഇപ്പൊ നമ്മളൊക്കെ വീട്ടിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണെങ്കിലും ഇപ്പൊ ഈവൻ ഞങ്ങളുടെയൊക്കെ ഒരു എന്റെ കല്യാണം ഞാൻ പറഞ്ഞില്ല ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ അതിനകത്തൊക്കെ ഇപ്പം നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മുന്നിൽ വെച്ചിട്ട് ആ ചെറുക്കൻ നല്ല ജോലിയാണ് മറ്റതാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പുറത്ത് പോയി പറയുന്നത് എന്ന് പറഞ്ഞാൽ അയ്യ അവൻ കൊള്ളത്തില്ല, അവൻ മറ്റവന്, അവന് എന്താ എന്തൊക്കെ കുറ്റങ്ങൾ പറയുന്നുണ്ട്. അതാണ് എല്ലാ ആൾക്കാരുടെയും അങ്ങനെയാണ്. പിന്നെ ഞാൻ നിങ്ങളുടെ മനസ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് മാറ്റാൻ ഞാൻ പറയുന്നില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. ഇപ്പം മനസ്സിൽ ഇത്ര ടോക്സിസിറ്റി ഉണ്ടേ പോലും പുറത്തേക്ക് ഇത് കാണിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അതൊരു മെച്യൂരിറ്റി, ഒരു കോമൺ സെൻസ്, ഒരു നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന ഒരു മാതാപിതാക്കളുള്ള വീട്ടിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ ഇമാതിരി രീതിയിൽ കമന്റോ കാര്യങ്ങളോ ചെയ്യില്ല സ്വാഭാവികമായിട്ടും. സോ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങളെ വളർന്നു വന്ന സാഹചര്യം നിങ്ങളുടെ മാതാപിതാക്കൾ നിന്റെ അപ്പുറത്തായിരിക്കും. നീ ഇങ്ങനെയാണ് നിന്റെ നോർമലി പറത്തില്ലേ, നിന്റെ പാരമ്പര്യം തന്നെ ഇതിന്റെ അപ്പുറത്തായിരിക്കും. സോ അങ്ങനെയുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പൊ നിന്റെയൊക്കെ കൊച്ചുങ്ങള് നീയൊക്കെ ഈ പറയുന്നത് ചിലപ്പോ അവർക്കായിരിക്കും ആക്സെപ്റ്റ് അല്ലെ. നിന്റെയൊക്കെ കൊച്ചുങ്ങള് എന്താ നല്ല കാലും നല്ല കൈയും അല്ലെങ്കിൽ നല്ല കളറും ഒക്കെ ആയിട്ട് ജനിക്കണമെന്നില്ല. അതാ പറഞ്ഞ ഇപ്പൊ ഹസ്ബൻഡും വൈഫും നല്ല വെളുത്ത് തുടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടാകുന്ന മക്കൾക്ക് ആ കളർ കിട്ടണമെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ വെളുപ്പും അല്ലെങ്കിൽ വെളുത്തെന്ന് പറഞ്ഞ സംഭവത്തിന് ഇത്ര പൊക്കിപ്പിടിച്ച് ജീവിതത്തിൽ മുന്നേറി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഒരു കുഷ്മാണ്ടോ എന്നൊക്കെ നമ്മൾ പറത്തില്ലേ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു കഴിവില്ലാതെ ആരും കാണാതെ മറ്റേ സ്വന്തം ഫോണിൽ റൂമിൽ എല്ലാവർക്കും പറയുന്ന പോലെ ഗാലറിയിൽ നിന്ന് ഗോൾഡ് അടിക്കാൻ എല്ലാവർക്കും
പറ്റും. എന്തായാലുമൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ കഴിവുണ്ട്, അത് ഒരു പ്ലാറ്റ്ഫോമിൽ വന്നാൽ കഴിവ് തെളിയിക്കുക. അല്ലാതെ എല്ലാവരെയും ഇച്ചിരി കളർ കുറഞ്ഞെന്നോ അല്ല ഇച്ചിരി പൊക്കം കുറഞ്ഞോ അതൊരിക്കലും കുറവ് പോലും അല്ല. അത് ഓരോരുത്തരും ഓരോ വ്യത്യസ്തനായിരിക്കും. എന്നിട്ട് അതിനെ ഇങ്ങനെ താറടിച്ച് നീ അങ്ങനെയല്ലടാ, നീ ഇങ്ങനെ, നിന്റെ തേങ്ങയല്ല, വല്ലോനെ മേശം വെച്ച് നിന്റെ അപ്പൻ ഇങ്ങനെയല്ലടാ, നിന്റെ തന്ത ഇങ്ങനെയല്ല എന്ന് പറയും മാതിരി കമന്റ് ഒക്കെ ഇടുന്ന അത്ര നല്ല പരിപാടിയായിട്ട് തോന്നുന്നില്ല. സോ ഇനിയെങ്കിലും ഫ്യൂച്ചറിൽ ഇതൊക്കെ മാറ്റി നല്ല മനുഷ്യരാകാൻ ശ്രമിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളുന്നു. അതുപോലെ നമ്മുടെ കേരള ജനതയുടെ ഒരു ലിറ്ററസി റേറ്റ് എന്താണെന്ന്, അല്ലെങ്കിൽ ലിറ്ററസി എത്രത്തോളം 100% ലിറ്ററസി എന്ന് എല്ലാവരും പറഞ്ഞു, അത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഈ കമന്റ് ബോക്സ് നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഈ സത്യഭാമയ്ക്കും പലർക്കും ഇമാതിരി ഇതെന്താണെന്നറിയുന്ന സംഭവം, അതായത് ഇവരുടെ ഒരു പരിപാടി കമന്റ് ഒന്ന് അനലൈസ് ചെയ്യും, എന്ത് പറഞ്ഞാലാണ് കൂടുതൽ സപ്പോർട്ട് കിട്ടുക. സത്യഭാമയുടെ കമന്റ് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെ സത്യഭാമനെയൊക്കെ കുറച്ച് തെറി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റീച്ച് കിട്ടും, കുറെ തെറി പറയും. ഇവിടെ വന്നപ്പം 2-3 പേര് കളിയാക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാനും ഒന്ന് കളിയാക്കാം. ആ ഒരു സെൻസാണ്. സ്വന്തമായിട്ട് ചിന്തിച്ച് വിവേകബുദ്ധിയുടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലെങ്കിൽ ചിലവർ ഇങ്ങനെയാണ്, ചെയ്യാൻ കഴിയില്ലാത്ത എപ്പോഴും ഇങ്ങനെയാണ്. ഞാൻ പിന്നെ പറഞ്ഞ നല്ലൊരു പിതാവും മാതാവും ഒന്നും ഇല്ലാത്തതിൻ്റെ, അല്ലെങ്കിൽ നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു പിതാവോ മാതാവോ ഇല്ലാത്തതിൻ്റെ കുറവുകളും വരും. സോ അടുത്ത ജന്മങ്ങളിൽ ഇങ്ങനെയുള്ളവർക്ക് അങ്ങനത്തെ ഒരു നല്ല പിതാവിനെ മാതാവിനെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊള്ളു. പിന്നെ ഞങ്ങൾക്ക് അറിയാം നമ്മളൊക്കെ എത്ര പറഞ്ഞിട്ടും ആരൊക്കെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഇങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ളവന്മാര് അങ്ങനെയൊക്കെ ക്യാരി ഓൺ ബഡി. ഇത് നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുക, പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ തിരുത്താൻ വരുന്നില്ല. പിന്നെ കുറച്ചൊക്കെ മെച്യൂരിറ്റി ഇനിയൊരു ആവുക. പിന്നെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി കുറച്ച് പ്രായമുള്ള മനുഷ്യനൊക്കെ, കുറച്ച് പ്രായം എന്ന് പറഞ്ഞാൽ ഇച്ചിരി 10-20 വയസ്സിന് മുകളിലുള്ള ആളാണ്, അപ്പോൾ ചിന്തിക്കാനൊക്കെ ഉള്ള ശേഷിയുണ്ട്. സോ ഇനി അത് ഇമാതിരി പരിപാടിയൊന്നും ചെയ്യില്ല, മറ്റുള്ളവർക്ക് അത് എത്രത്തോളം ഫീൽ ചെയ്യും, മറ്റുള്ള ഫീലിങ്സ് മനസ്സിലാക്കുക. സോ അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെയാണ് നമ്മുടെ ഈ ചമയവിളക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഞങ്ങളിത് കണ്ടപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഞങ്ങളുടെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് മീ അഭിജിത്ത്, ദിസ് ഇസ് ചഞ്ചൽ ആൻഡ് വി ആർ സൈനിങ് ഓഫ്. ബൈ.